അങ്ങനെ നമ്മുടെ കസ്റ്റമറിനും കിട്ടി സ്ക്രാപ്പിൽ നിന്നൊരു സ്റ്റീരിയോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി നേരെ നമ്മുടെ അടുത്തോട്ടാണ് വന്നത്. പിന്നെ ഇതിനകത്ത് CD ഇടാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഇതൊന്ന് വർക്ക് ചെയ്യിക്കണമെന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം രീതി നമ്മളിത് നോക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് CD ഇടാനുള്ള ട്രേ ഒക്കെ ഉണ്ട്. ട്രേ ഭയങ്കര സ്റ്റക്കാണ്. അപ്പോൾ ഇത് നമുക്ക് അടിയിലെ ലോക്ക് നീക്കിക്കൊണ്ട് ട്രേ നമുക്ക് തുറക്കാൻ പറ്റും. പക്ഷേ ഇത് റെഡിയാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് CD ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ ഒരു ഭംഗിക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഏതായാലും അഴിച്ച വഴിക്ക് ഞാൻ അതൊന്ന് നോക്കിയായിരുന്നു റെഡിയാകില്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ആംപ്ലിഫയർ ബോർഡ് കാണാം, ഒരു ബ്ലൂടൂത്തിൻ്റെ പാനൽ കാണാം, പിന്നെ ഇതിൻ്റെ മെയിൻ ബോർഡ് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. കാരണം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്തായാലും ക്ലീൻ ചെയ്ത് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഓണാക്കി നോക്കി. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് സൗകര്യമായി. കാരണം ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും അഴിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ലെൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് ലെൻസും കാര്യങ്ങളൊക്കെ റീഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ CD ഇട്ട് കഴിഞ്ഞാൽ അത് റീഡ് ആകുമായിരിക്കും. നമുക്കറിയാൻ വയ്യ. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ CDയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പീക്കർ ലൈനും അതിൻ്റെ പവറിൻ്റെ ലൈനും ഒക്കെ നമ്മൾ വെളിയിൽ നിന്ന് സോൾഡർ ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം. ഇതിന് വീഡിയോ ഔട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് CD ഇട്ട് കഴിഞ്ഞാൽ TV നമുക്ക് വീഡിയോ കാണുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ സൗകര്യമൊക്കെ ഉള്ള ഒരു സെറ്റാണ്. ഇത് ഒറിജിനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനലല്ല, ഇതൊക്കെ ലോക്കലായിട്ട് വരുന്നതാണ്. എന്തായാലും താഴെ ഒരു സബ് വൂഫറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീക്കറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ വീണ്ടും പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തു. നമ്മളിത് ഓണാക്കി. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ FM-ൻ്റെ മൂളിച്ചയും കാര്യങ്ങളും കേട്ടപ്പോൾ തന്നെ സമാധാനമായി. കാരണം ഓഡിയോയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പഴയ IC വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ആ കസ്റ്റമറിന് 100 രൂപയ്ക്ക് കിട്ടിയ സാധനം പക്കാ ലാഭമെന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പണ്ട് മുതൽ ഇറങ്ങുന്ന ഒരു ആംപ്ലിഫയറാണ് ഇതിനകത്തുള്ള 4440 എന്ന് പറഞ്ഞ IC വെച്ചിട്ടുള്ള ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ പറ്റുകയില്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കേട്ടായിരുന്നു. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് ആൾ പറയുന്നുണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ ഒത്തിരി നാൾ മുമ്പ് ഇറങ്ങിയതാണെന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ അടുത്ത് വരുന്ന സാധനത്തിന് നമ്മൾ ഒരു വേറെ വ്യത്യാസം കാണിക്കാറില്ല. നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതോ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു.